അഡ്വക്കേറ്റ് ഫിർദൗസേ, ഡോക്ടർ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട്. കാരണം സംസ്ഥാനത്ത് തന്നെ വളരെ വിപുലമായി ഇത്തരത്തിലുള്ള അവയവ കച്ചവടങ്ങൾ നടക്കുന്നു. അതേക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ, ഒരു പൊതുപ്രവർത്തകനാണ് താങ്കൾ. ആശുപത്രി കേന്ദ്രീകരിച്ച്, കേരളത്തിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഇങ്ങനെ ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഇത്തരം കച്ചവടങ്ങളെ പറ്റി സമഗ്രമായി അന്വേഷിക്കുന്നില്ല. പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതിലൊന്നും കാര്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ അന്താരാഷ്ട്ര ബന്ധമുള്ള മാഫിയകൾ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ ഈ പിടിക്കപ്പെട്ടവരൊക്കെ ഒരുപക്ഷെ നത്തൂലികളായിരിക്കും. പക്ഷേ എങ്കിലും ഡോക്ടർമാർ അടക്കമുള്ള വലിയ വലിയ ആളുകൾ ഈ ശൃംഖലയുടെ ഭാഗമായിട്ട്, കണ്ണികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ലൈവാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് എറണാകുളത്ത് തന്നെ ഒന്നിൽ കൂടുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഈ വലിയ ഒരു ശൃംഖല ഇപ്പോഴും ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം ആ സമയത്ത് പോലും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ആശുപത്രിയിലേക്ക് ഒരു ലിവർ ഫെയിലിയർ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗന് ഒരു ഫെയിലിയർ സംഭവിച്ചിട്ട് ഒരു ആശുപത്രിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആശുപത്രി ഈ പ്രധാനമായ കച്ചവടത്തിന് കൂട്ടു നിൽക്കുന്ന 1-2 ആശുപത്രികളുള്ള ഒരു ആശുപത്രിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് പറയും? ഇവിടെ അവയവം നിങ്ങൾക്ക് മാറ്റി വെക്കണം, പക്ഷെ ഞങ്ങൾക്ക് അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ റിജക്ട് ചെയ്ത് വിടും. ഈ റിജക്ട് ചെയ്ത് വിട്ട് അവർ ആശുപത്രിയുടെ പടി പുറത്തേക്ക് കടക്കുമ്പോൾ തന്നെ അവരിലേക്ക് അവിടുത്തെ ഏജന്റുകൾ എത്തിപ്പെടും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾക്ക് അവയവം കിട്ടാൻ ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ അവർക്ക് 30-40 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ കിഡ്നി ആണെങ്കിൽ കിഡ്നിയാണ് സാധാരണ ഇത്തരം ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ഏറ്റവും കൂടുതലായി ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റേഷൻ. ഇപ്പൊ കിഡ്നി നിങ്ങൾക്ക് തരാം എന്ന് പറയും. എന്നിട്ട് അവർ ത്രൂ അതേ ആശുപത്രിയിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആശുപത്രികൾക്ക് അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല. ബന്ധുക്കളിൽ നിന്നല്ലാണ്ട് ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് നമുക്ക് അവയവങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ശക്തമായിട്ടുള്ള നിയമമുണ്ട്. ഇത് ഇങ്ങനെ അല്ലാതെ സ്വീകരിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ ഉത്തരവാദിത്ത അതോറിറ്റി എന്ന് പറയുന്നത് കേസോട്ടാണ്. കേസോട്ടോ, മുമ്പത്തെ KNOs, അവര് കേസോട്ടോ ഇത് പരിശോധിക്കുന്നില്ല. ഒരു തരത്തിലും ഇതിലേക്ക് ഇൻക്ലൈൻ ചെയ്യുന്നില്ല. ഇങ്ങനെ കച്ചവടം നടക്കുന്നുണ്ടോന്നോ ഒന്നും. ലൈവാണ്, പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടാണ് ഇവര് കച്ചവടം നടത്തുന്നത്. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോ ഈ ഇറാനിലേക്ക് അവയവം കടത്തുന്നുണ്ട് എന്നുള്ളത് പോലെ തന്നെ കേരളത്തിലെ ഒരു പ്രമുഖ ആശുപത്രി, നമ്പർ 1 ആശുപത്രി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആശുപത്രിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരം പ്രകാരം ആ ആശുപത്രിയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പല ആളുകൾ, കൈ പോയിട്ടുള്ള ആളുകൾ, കാല് പോയിട്ടുള്ള ആളുകൾ അവിടെ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത്. എന്തിനാണ്? അവർക്ക് കൈയും കാലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കൈയും കാലും എങ്ങനെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക? അത് ഇവിടുന്ന് കൊടുക്കൽ പോസിബിൾ അല്ല. അപ്പൊ അത് ഇല്ലീഗലായിട്ട് കൊടുക്കണം. അപ്പൊ ഒരാളെ എങ്ങനെയാണ് ഇല്ലീഗലി കൊടുക്കാൻ പറ്റുക? അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ ആ ആശുപത്രിയിൽ നിന്ന് ചില മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇപ്പൊ മുസ്ലിം മതത്തിലല്ലാണ്ട് വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവര് ആ ബോഡി മൊത്തം ഒരു പ്ലാസ്റ്റർ ചുറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. പല ആളുകളും നമ്മളായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ബോഡി കിട്ടുമ്പോൾ അങ്ങനെ കിട്ടിയിരിക്കുന്നതാണ് പറയുന്നത്. ആ ബോഡി നേരെ കൊണ്ടുപോയിട്ട് അവർ മറവ് ചെയ്യുന്നു. ആ ബോർഡിന്റെ ഉള്ളിൽ നിന്ന് എന്തെടുത്തിട്ടുണ്ടോന്നോ ഒന്നും അവർ പരിശോധിക്കില്ല. ഇപ്പൊ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അവർ കുറച്ച് കർമ്മങ്ങളുണ്ട്. ഇപ്പൊ ബോഡി പരിശോധിക്കാണ്ട് മറവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരനെ അവർ ഇത്തരം പ്രവൃത്തികൾക്ക് വിധേയനാക്കുന്നില്ല. പക്ഷെ ഇതര മതത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ ബോഡി ഇങ്ങനെ ചുറ്റി കൊടുക്കും. അതിന് കൈ പോയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ഇനിയിപ്പോ ഉള്ളിലത്തെ കാണാൻ പറ്റാത്ത അവയവങ്ങൾ അവരെടുത്തിട്ടുണ്ടാവാം. അപ്പൊ ഇത്തരം തട്ടിപ്പുകൾ ലൈവാണ്. ഇത് ഒരു ഓർഗനൈസേഷൻ നോക്കുന്നില്ല. ചെറിയ രീതിയിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജുകളിലോ എവിടെയെങ്കിലും ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പർവ്വതീകരിക്കും. എന്തിനാണ്? അവിടേക്ക് ആളുകൾ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് ആളുകളെ എത്തിക്കാൻ. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തട്ടിപ്പ്. ഇപ്പൊ ഇവിടെ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള വേറൊരു വിവരം, അതും കൂടി ഞാൻ പറയാം. അതായത് ഇപ്പൊ എറണാകുളത്ത് തന്നെ MG റോഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയില് അന്തരിച്ച ഒരു സിനിമാ നടന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട്, ഞാൻ ഒരു പേര് പറയുന്നില്ല, എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്, കേന്ദ്രീകരിച്ചാണ് ഈ പറയുന്ന ഈ ലൈവ് ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതിനെ കുറിച്ചിട്ടും അന്വേഷിക്കേണ്ടതാണ്. നമ്മൾ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒപ്പം തന്നെ ഇവിടെയും അതിനേക്കാൾ 10 ഇരട്ടി കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതെന്ത് സംഭവിച്ചെങ്കിൽ ഈ അവയവം മാറ്റി അവരെ കാശ് വാങ്ങുക എന്നല്ലാതെ അവർക്ക് പിന്നീട് ജീവിച്ചിരിക്കുന്നുണ്ടോന്നോ അതോ അങ്ങനെയുള്ള ഒരു കാര്യം ഇവർ ശ്രദ്ധിക്കുന്നില്ല. അവർ ജീവിച്ചിരിക്കേണ്ട ഒരു ആവശ്യവുമല്ല. ആ പൈസ കിട്ടുക എന്നുള്ളത് തന്നെ. കണ്ണി ചോരയില്ലാത്ത പിടിച്ചുപറി എന്ന് മാത്രമാണ് ഇതിന് പറയാൻ പറ്റുള്ളൂ.